മത്തി ഇതുപോലെ ഒന്ന് വറ്റിച്ച് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 വലിയ വെളുത്തുള്ളി അല്ലി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളികളെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി മുളക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി, ഒരുപാട് വഴറ്റരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കഴുകി വെച്ച മത്തി ഉണ്ടല്ലോ, 1/2 കിലോ മത്തിയാണ്. ആ മത്തിയും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചട്ടി കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, തവിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ.